إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وعلى آله وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها المسلمون عباد الله، يقول الله عز وجل في كتابه الكريم: تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ കിതാബിൽ പറയുന്നു, ഭയത്തോടെയും ആഗ്രഹത്തോടും കൂടി തങ്ങളുടെ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നതിനു വേണ്ടി കിടന്നുറങ്ങുന്ന സ്ഥലങ്ങൾ വിട്ട് അവരുടെ പാർശ്വങ്ങൾ അകലുന്നതാണ്. മനുഷ്യന്റെ ആഗ്രഹം അതിൽ ആക്ഷേപിക്കപ്പെട്ടതുണ്ട്, സ്തുതിക്കപ്പെട്ടതുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി ആഗ്രഹിക്കുക, അവനിൽ നിന്നുള്ള പാപമോചനത്തെ ആഗ്രഹിക്കുക, അവന്റെ സ്വർഗത്തെ ആഗ്രഹിക്കുക, അവന്റെ അടുക്കലുള്ള പ്രതിഫലത്തെ ആഗ്രഹിക്കുക എന്നതാണ് ഒരു മുഅ്മിനിന്റെ സ്വഭാവം. തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ. അറാഫിലെ ആളുകളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു: വഅലൽ അറാഫി റിജാലുൻ യഅരിഫൂന കുല്ലൻ ബിസീമാഹും വനാദൗ അസ്ഹാബൽ ജന്നതി അൻ സലാമുൻ അലൈക്കും ലം യദ്ഖുലൂഹാ വഹും യത്മഊൻ. ഉന്നത സ്ഥലങ്ങളിൽ ചില ആളുകൾ ഉണ്ടായിരിക്കും. ഓരോ വിഭാഗത്തെയും അവരുടെ ലക്ഷണങ്ങൾ കൊണ്ട് അവർ തിരിച്ചറിയും. സ്വർഗത്തിന്റെ അവകാശികളോട് അവർ ഇപ്രകാരം വിളിച്ചു പറയും: സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനമുണ്ടായിരിക്കട്ടെ. അവർ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടില്ല, പക്ഷെ അവർ അതാഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ലം യദ്ഖുലൂഹാ വഹും യത്മഊൻ. ഫിർഔനിന്റെ സാഹിറന്മാർ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിൽ വിശ്വസിച്ച സന്ദർഭത്തിൽ അവരെ ഫിർഔൻ താക്കീത് നൽകി ഭീഷണിപ്പെടുത്തി. ലഉഖത്തിയന്ന ഐദിയകും വഅർജുലകും മിൻ ഖിലാഫ് വലഉസല്ലിബന്നകും അജ്മഈൻ. തീർച്ചയായും നിങ്ങളുടെ കൈകളും കാലുകളും എതിർവശങ്ങളിലായിക്കൊണ്ട് ഞാൻ മുറിച്ചു കളയും, നിങ്ങളെല്ലാവരെയും ഞാൻ കുരിശിൽ തറക്കുകയും ചെയ്യും. ഖാലൂ ലാ ദൈർ. അവര് പറഞ്ഞു, ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഇന്നാ ഇലാ റബ്ബിനാ മുൻഖലിബൂൻ. തീർച്ചയായും ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിങ്കിലേക്ക് മടങ്ങിപ്പോകുന്നവരാകുന്നു. ഇന്നാ നസ്മഉ അൻ യഗ്ഫിറ ലനാ റബ്ബുനാ ഖതായാനാ അൻ കുന്നാ അവ്വലൽ മുഅ്മിനീൻ. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ഏറ്റവും ഒന്നാമതായി വിശ്വസിച്ചു എന്നതിന്റെ പേരിൽ ഞങ്ങളുടെ റബ്ബ് ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾക്ക് പുറത്തു തരണമെന്ന് ഞങ്ങൾ ആശിക്കുന്നു, ആഗ്രഹിക്കുന്നു എന്നവർ പറഞ്ഞു. അതുപോലെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ റബ്ബ് തനിക്ക് പുറത്തു തരണമെന്ന് ആഗ്രഹിച്ചു. വല്ലദീ അത്മഉ അൻ യഗ്ഫിറ ലീ ഖതീഅതി യൗമദ്ദീൻ.
വിചാരണയുടെ ദിവസത്തിൽ ഏതൊരുവൻ എനിക്ക് എന്റെ തെറ്റ് പുറത്തു തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവോ അവൻ റബ്ബ് സുബ്ഹാനഹു വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി ആഗ്രഹിക്കുക, അവനിൽ നിന്നുള്ള പാപമോചനത്തെ പ്രതീക്ഷിക്കുക, അവന്റെ സ്വർഗത്തെ ആഗ്രഹിക്കുക എന്നതാണ് ആഖിറത്തിന്റെ വില മനസ്സിലാക്കിയവന്റെ ലക്ഷ്യം, ഒരു മുഅ്മിനിന്റെ ലക്ഷ്യം. എന്നാൽ ആക്ഷേപിക്കപ്പെട്ട ആഗ്രഹങ്ങൾ എന്നാൽ അത് ദുനിയാവിനോടുള്ള ആഗ്രഹങ്ങളാണ്. ദുനിയാവിന്റെ അലങ്കാരങ്ങളോടും അതിന്റെ ആസ്വാദനങ്ങളോടും അതിന്റെ വിനോദങ്ങളോടുമുള്ള ആഗ്രഹങ്ങളാണ് ആക്ഷേപിക്കപ്പെട്ട ആഗ്രഹങ്ങൾ. അത് നിഫാഖിന്റെ ആളുകളുടെ ഒരു അടയാളമാണ്. ഖാല അല്ലാഹു അസ്സ വജൽ വമിൻഹും മയൽമിസുക ഫിസ്സദഖാത്ത്, നിന്റെ സദഖയുടെ പേരിൽ നിന്നെ ആക്ഷേപിക്കുന്ന ചിലർ അവരുടെ കൂട്ടത്തിലുണ്ട്. ഫഇൻ ഉഅതു മിൻഹാ റദു വഇൻ ലം യുഅതു മിൻഹാ വഹും യസ്ഖതൂൻ, നീ അവർക്ക് അതിൽ നിന്ന് നൽകിയാൽ അവർ തൃപ്തിപ്പെടും, അതിൽ നിന്ന് നീ അവർക്ക് നൽകിയില്ലെങ്കിൽ അവർ കോപിക്കുന്നവരായി തീരും. അതാണ് നിഫാഖിന്റെ ആളുകളുടെ അവസ്ഥ. ദുനിയാവിന്റെ അലങ്കാരങ്ങളിൽ നിന്ന് അവർക്ക് നൽകിയാൽ അവർ അതിൽ തൃപ്തിപ്പെടും, ഇനി നൽകിയിട്ടില്ലെങ്കിൽ അവർ അതിൽ കോപിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം ആഗ്രഹങ്ങളിൽ നിന്ന് നമ്മെ താക്കീത് നൽകിയിട്ടുണ്ട്. ഒരു വൃദ്ധൻ അവന് പ്രായം കൂടുന്തോറും, അവന് വയസ്സേറും തോറും ദുനിയാവിനോടുള്ള ആഗ്രഹങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ജാഫി ഹദീസി അബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഖൽബു ശൈഖി ശാബുൻ അലാ ഹുബ്ബി ഇത്നതൈൻ, ഒരു വൃദ്ധന്റെ ഹൃദയം, മനസ്സ്, അത് രണ്ട് കാര്യങ്ങളോടുള്ള ഇഷ്ടത്തിന്റെ മേൽ യുവത്വമുള്ളതാണ്. തൂലുൽ ഹയാതി വ കസ്റത്തിൽ മാൽ, ദീർഘമായ ജീവിതത്തോടും സുദീർഘമായ ജീവിതത്തോടുള്ള ഇഷ്ടം, അതേപോലെ തന്നെ ധാരാളം സമ്പത്തിനോടുമുള്ള ഇഷ്ടം. ആരാണോ ദുനിയാവിന്റെ ഈ ആഗ്രഹങ്ങളിലേക്ക് അവന്റെ വാതിൽ തുറന്നിട്ടത്, ഒരിക്കലും അവൻ അതിൽ തൃപ്തിപ്പെടുകയില്ല. ദുനിയാവിൽ നിന്ന് എത്ര തന്നെ നൽകപ്പെട്ടാലും എത്ര തന്നെ അവന് ലഭിച്ചാലും അവൻ ഒരിക്കലും അതിൽ തൃപ്തിപ്പെടുകയില്ല. ജാഫി ഹദീസ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അന്ന നബിയന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലൗ കാന ലി ഇബ്നി ആദം വാദിയാനി മിൻ ദഹബ് ല അഹബ്ബ അൻ യകൂന ലഹു സാലിസ്, ആദം സന്തതിക്ക് സ്വർണത്തിന്റെ രണ്ട് താഴ്വരകൾ ഉണ്ടായിരുന്നാൽ പോലും മൂന്നാമതൊന്നുകൂടി ഉണ്ടാകണമെന്ന് തീർച്ചയായും അവൻ ആഗ്രഹിക്കും. ലാ യംലഉ ഫാഹു ഇല്ല തുറാബ്, അവന്റെ വായ അത് മണ്ണുകൊണ്ടല്ലാതെ നിറയുകയില്ല. അതാണ് മനുഷ്യന്റെ അവസ്ഥ. സ്വർണത്തിന്റെ രണ്ട് താഴ്വരകൾ അവനുണ്ടായിരുന്നാൽ പോലും അതുപോലത്തെ മറ്റൊന്നുണ്ടാകണമെന്ന് തനിക്കുണ്ടാകണമെന്നാണ്, തനിക്ക് കിട്ടണമെന്നാണ് അവൻ ആഗ്രഹിക്കുക. ദുനിയാവിനോടുള്ള അടങ്ങാത്ത മോഹം അത് ആ മണ്ണുകൊണ്ടല്ലാതെ, അവൻ മണ്ണിലേക്ക് വെക്കപ്പെടുമ്പോഴല്ലാതെ അതിന് അവസാനമില്ല, അതിന് അറുതി വരുന്നതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം ആഗ്രഹങ്ങളെ തൊട്ട് നമ്മെ താക്കീത് ചെയ്തു. ഇന്ന് മനുഷ്യരിൽ അധികം ആളുകളും ദുനിയാവിനോടുള്ള ആഗ്രഹങ്ങൾക്ക് പിന്നാലെയാണ്, അതിന്റെ അലങ്കാരങ്ങൾക്കും ആസ്വാദനങ്ങൾക്കും പിന്നാലെയാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി ആഗ്രഹിക്കുന്നവർ വളരെ കുറച്ചുപേര് മാത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം മോശമായ ആഗ്രഹങ്ങളെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അഭയം തേടിയിരുന്നു. ജാഫി ഹദീസ് സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യതഅവദ് اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. رسول الله صلى الله عليه وسلم തന്റെ റബ്ബിനോട് ഇപ്രകാരം അഭയം തേടി, اللهم إني أعوذ بك من علم لا ينفع, ഉപകാരമില്ലാത്ത ഇൽമിൽ നിന്നും, ومن قلب لا يخشع, ഭയമില്ലാത്ത ഭയപ്പെടാത്ത ഹൃദയത്തിൽ നിന്നും, ومن نفس لا تشبع, വിശപ്പടങ്ങാത്ത നഫ്സിൽ നിന്നും, ദുനിയാവിന്റെ കാര്യങ്ങൾ എത്ര ലഭിച്ചാലും മതിവരാത്ത ഹൃദയത്തിൽ നിന്നും, അത്തരം മനസ്സിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് അഭയം തേടി.
കാരണം അത്തരം ആഗ്രഹങ്ങൾ ഒരു മനുഷ്യന്റെ ദീനിനെ നശിപ്പിച്ചു കളയുന്നതാണ്. എത്രയെത്ര ആളുകളാണ് ദുനിയാവിനോടുള്ള മോഹം കാരണത്താൽ അവരുടെ ദീന് ഫസാദായത്. എത്രയെത്ര ആളുകൾ പല സംഘങ്ങൾക്ക് പിന്നാലെ പോയി. എത്രയെത്ര ആളുകൾ അവരുടെ ദീൻ ദുനിയാവിന് വേണ്ടി വിറ്റുകളഞ്ഞു. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ദിഅബാനി ജാഇആൻ ഉർസില ഫീ ഗനമിൻ ബിഅഫ്സദ ലഹാ മിൻ ഹിർസിൽ മർഇ അലൽ മാലി വശറഫി ലിദീനി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശന്നു വലഞ്ഞ രണ്ട് ചെന്നായ്ക്കൾ ഒരാട്ടിൻ പറ്റത്തിലേക്ക് അയക്കപ്പെടുന്നതിനേക്കാൾ ഫസാദാണ്, കുഴപ്പങ്ങളാണ് മനുഷ്യൻ അവന്റെ ദുനിയാവിനോടും സമ്പത്തിനോടും അതേപോലെ തന്നെ പദവികളോടുമുള്ള അവന്റെ ആർത്തി, അവന്റെ ആഗ്രഹം, അവന്റെ ദീനിനുണ്ടാക്കുന്ന കുഴപ്പങ്ങൾ അതതിനേക്കാളും വലുതാണ്. നസ്അലുല്ലാഹൽ ആഫിയത വസ്സലാമ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين ونصلي ونسلم على نبينا محمد وعلى آله وصحبه أما بعد أيها المسلمون عباد الله. ദുനിയാവിനോടുള്ള ആഗ്രഹങ്ങളുടെ വാതിൽ അതൊരു മനുഷ്യൻ തുറന്നു കഴിഞ്ഞാൽ അവനതൊരിക്കലും മതിയാകുന്നതല്ല, അതിൽ മതി വരുന്നതല്ല, അവൻ അതിൽ തൃപ്തിപ്പെടുന്നതല്ല. جاء في حديث أنس بن مالك رضي الله عنه أن النبي صلى الله عليه وسلم قال منهومان لا يشبعان منهوم في العلم لا يشبع منه ومنهوم في الدنيا لا يشبع منها. رسول الله صلى الله عليه وسلم പറഞ്ഞു, ആർത്തിയുള്ള രണ്ടുപേർ അവർക്കൊരിക്കലും നിറയുന്നതല്ല, വയറ് നിറയുകയില്ല. മൻഹൂമുൻ ഫിൽ ഇൽം, ഇൽമിനോട് ആർത്തിയുള്ളവൻ, ലാ യശ്ബഅ മിൻഹു, അവൻ ഒരിക്കലും അതുകൊണ്ട് വയറ് നിറയുന്നതല്ല. കൂടുതൽ ഇനിയും കിട്ടിക്കൊണ്ടിരിക്കണമെന്ന് അവൻ ആഗ്രഹിക്കും, കൂടുതൽ ഇൽമ് കിട്ടണമെന്ന് അവൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. വമൻഹൂമുൻ ഫിദ് ദുനിയ, ദുനിയാവിനോട് ആർത്തിയുള്ളവൻ, ലാ യശ്ബഅ മിൻഹാ, അതിൽ നിന്ന് ഒരിക്കലും അവന് വയറ് നിറയുന്നതല്ല. ഇനിയും കൂടുതൽ ദുനിയാവിൽ നിന്ന് തനിക്ക് ലഭിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. ഒരു ദിവസം പോലും ദുനിയാവിൽ നിന്ന് തനിക്ക് ലഭിച്ച കാര്യത്തിൽ അവൻ തൃപ്തിപ്പെടുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹുവിന് ഒരിക്കൽ പണം നൽകി, സമ്പത്ത് നൽകി. ഫഖാല ഉമർ യാ റസൂലല്ലാഹ് അഅതിഹി മൻ അഫ്ഖറ ഇലൈഹി മിന്നാ. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എന്നെക്കാളും ഫഖീറായ, ഇതിനാവശ്യമുള്ള ഒരാൾക്ക് താങ്കൾ ഇത് കൊടുത്തുകൊള്ളുക. ഫഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്ഹു, നീ ഇത് സ്വീകരിക്കുക. പിന്നീട് വീണ്ടും മറ്റൊരു പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹുവിന് വീണ്ടും പണം നൽകി. ഫഖാല യാ റസൂലല്ലാഹ് അഅതിഹി മൻ അഫ്ഖറു ഇലൈഹി മിന്നി. അപ്പോഴും അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, എന്നെക്കാളും ഫഖീറായ, ഇതിനാവശ്യമുള്ള ഒരുവന് താങ്കൾ ഇത് കൊടുത്തുകൊള്ളുക. ഫഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്ഹു വതമവ്വൽഹു ഫതസദ്ദഖ് ബിഹി فما جاءك من هذا المال فما جاءك من هذا المال وأنت غير سائل ولا مسرف فخذه فما لا ولا تتبع نفسك. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ പണം സ്വീകരിക്കുക, നിനക്ക് ആവശ്യമുള്ളത് എടുക്കുക, അതിൽ കൂടുതൽ നീ ഉണ്ടെങ്കിൽ നീ അത് സ്വതക്ക നൽകുക. നീ ചോദിക്കാതെയും നിന്റെ മനസ്സിന്റെ ആർത്തിയില്ലാതെയും നിന്റെ അടുക്കൽ ഈ സമ്പത്തിൽ നിന്ന് വല്ലതും എത്തിക്കഴിഞ്ഞാൽ നീ അത് സ്വീകരിക്കുക. നേരെ മറിച്ചാണെങ്കിൽ നീ അത് ചോദിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹുവിന് തർബിയത്ത് നൽകി. വജാ ഫി ഹദീസി ഹകീം ബിൻ ഹിസാം റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ സഅൽതു النبي صلى الله عليه وسلم فأعطاني ثم سألته فأعطاني ثم سألته فأعطاني. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അദ്ദേഹം എനിക്ക് തന്നു, ഞാൻ വീണ്ടും ചോദിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് തന്നു, ഞാൻ വീണ്ടും ചോദിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് തന്നു.
ثم قال لي يا حكيم പിന്നീട് എന്നോട് ഇപ്രകാരം പറഞ്ഞു യാ ഹകീം ഇന്ന ഹാദൽ മാൽ ഖദിറത്തുൻ ഹുൽവ ഇന്ന ഹാദൽ മാൽ ഖദിറത്തുൻ ഹുൽവ ഫമൻ അഖദഹു ബിസഖാവതി നഫ്സിൻ ബൂരിക ലഹു ഫീ. ഹകീം, തീർച്ചയായും ഈ സമ്പത്ത്, ഈ ദുനിയാവ് അത് ആകർഷകമായ മധുരമുള്ള ഒന്നാണ്. ആരാണോ സ്വന്തം നഫ്സിന്റെ ആവശ്യത്തിനു വേണ്ടി നല്ല മനസ്സോടുകൂടി അതിനെ എടുക്കുന്നത്, അല്ലാഹു തആല അവൻ എടുക്കുന്നതിൽ ബറക്കത്ത് നൽകും. വമൻ അഖദ ബി ഇസ്റാഫി നഫ്സി ലം യുബാരിക് ലഹു ഫീ. നേരെ മറിച്ച് ആരാണോ ആർത്തിയോടുകൂടി, അവന്റെ നഫ്സിന്റെ ആർത്തിയോടുകൂടി അതിനെ എടുക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എടുക്കുന്നതിൽ അവന്റെ സമ്പത്തിൽ ബറക്കത്ത് നൽകുന്നതല്ല. കല്ലദി യകുൽ വലാ യശ്ബ. അവൻ ഏതുപോലെയാണ്, അവൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ അവന്റെ വയറ് നിറയുന്നില്ല, അതുപോലെയാണ് അവന്റെ അവസ്ഥ. ഫഖാല ഹകീം യാ റസൂലല്ലാഹ് വല്ലദീ ബഅസക ബിൽ ഹഖ് ലാ യസ്അലു അഹദൻ ബഅദക ശൈഅൻ ഹത്താ ഉഫാരിഖ ദുനിയ. അപ്പോ ഹകീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, താങ്കളെ ഹക്ക് കൊണ്ട് പറഞ്ഞയച്ചവൻ തന്നെയാണ് സത്യം. താങ്കൾക്ക് ശേഷം ഞാൻ ഈ ദുനിയാവ് വിട്ടുപോകുന്നതുവരേക്കും ഞാൻ ഒരാളോടും ഒന്നും ചോദിക്കുന്നതല്ല. അങ്ങനെ പിന്നീട് അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലത്ത് ഹക്കീമിനെ വിളിച്ചു, അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ ഹക്കിൽ നിന്ന് ഉള്ളത് സ്വീകരിക്കാൻ പറഞ്ഞു. അദ്ദേഹം സ്വീകരിച്ചില്ല. പിന്നീട് ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് ഉമർ റളിയല്ലാഹു അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു, അദ്ദേഹം സ്വീകരിച്ചില്ല. അങ്ങനെ പിന്നീട് യാതൊന്നും തന്നെ ദുനിയാവിൽ നിന്ന് സ്വീകരിക്കാത്തവനായി, യാതൊന്നും തന്നെ ജനങ്ങളോട് ചോദിക്കാത്തവനായിക്കൊണ്ട് അദ്ദേഹം മരണപ്പെട്ടു. നോക്ക്, എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറഞ്ഞ വാക്കുകളിലൂടെ തന്റെ സ്വഹാബികൾക്ക് തർബിയത്ത് നൽകിയിട്ടുള്ളത്. നാം സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം ദുനിയാവിനോടുള്ള ആഗ്രഹം, ദുനിയാവിനോടുള്ള മോഹം അത് അപകടകരമായതാണ്. നമ്മുടെ ദീനിനെ ഫസാദാക്കി കളയുന്നതാണ്. എത്രയെത്ര കുടുംബങ്ങളാണ് അത് കാരണത്താൽ ഫസാദിലാക്കി ആയിരിക്കുന്നത്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വിദ്വേഷം, സഹോദരങ്ങൾക്കിടയിൽ വിദ്വേഷം, കൂട്ടുകാർക്കിടയിൽ വിദ്വേഷം, അങ്ങനെ കുടുംബങ്ങളിൽ കലഹങ്ങൾ, മാതാപിതാക്കൾ കൊല്ലപ്പെടുന്നു. അങ്ങനെ എത്രയെത്ര ഫസാദുകളും കുഴപ്പങ്ങളുമാണ് ദുനിയാവിനോടുള്ള മോഹം കാരണം മനുഷ്യനിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ചിലർ ദുനിയാവിനു വേണ്ടി അവരുടെ ദീനിനെ വിറ്റുകളയുന്നവരാണ്. ദുനിയാവിനു വേണ്ടി, ദുനിയാവിലെ തുച്ഛമായ ആഡംബരങ്ങൾക്കും ആസ്വാദനങ്ങൾക്കും വേണ്ടി പല സംഘങ്ങളുടെ പിന്നാലെ പോയവരുണ്ട്. അവരുടെ ദീനിനെ വിറ്റുകളഞ്ഞവരുണ്ട്. നസ്അലുല്ലാഹൽ ആഫിയത വസ്സലാമ. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇത്തരം മോശമായ ആഗ്രഹങ്ങളെ തൊട്ട് അല്ലാഹുവിനോട് അഭയം തേടുന്നു. اللهم إنا نعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها والحمد لله رب العالمين.